ഒരു ഫോട്ടോ എങ്കിലും എടുത്തില്ല മോശമല്ലേ കുടുംബക്കാരെ അല്ലേ? കുടുംബക്കാരെല്ലാം കൂടി ഇതൊക്കെ ഒരു ഫോട്ടോ എടുത്തില്ലേ മോശമല്ലേ? കൊച്ചിനെ കാണുന്നില്ല അല്ലേ? Okay. സാറേ ഞാൻ വിളിക്കാം, ഞാൻ ഒരു മരിച്ച വീട്ടിലാണ്, പോത്തുവഴിയിൽ. പ്രിയപ്പെട്ട ക്രിസ്റ്റീച്ച, ചേട്ട, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള നാട്ടുകാരെ,
ഇവിടെ ആയിരിക്കുമ്പോൾ അമ്മച്ചിയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അമ്മച്ചി യാത്ര ചെയ്യാനും വേണ്ടി നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഈ കുടുംബത്തിലുള്ള കടപ്പാട് ഓർക്കുകയും ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. പ്രത്യേകിച്ച് മൗണ്ട് കാർമൽ ധ്യാനകീർ ക്രിസ്ത്യൻസിന് എപ്പോഴും വരികയും അവിടെ വന്ന് സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഈ വീട്ടിൽ തന്നെയാണ് പല പ്രാവശ്യം വന്ന് ഈ അമ്മയുടെ സ്നേഹം ഞങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു വൈദിക എന്നോടൊക്കെ അമ്മയ്ക്ക് വലിയൊരു സ്നേഹമായിരുന്നു. പലപ്പോഴും ഒരു സ്നേഹ ചുംബനം തരുമായിരുന്നു പോകാൻ നേരത്ത്. ഒരുപക്ഷെ മകൻ ക്രിസ്ത്യൻ വൈദികനായതുകൊണ്ട് ആ വൈദികരോടുള്ള സ്നേഹം ഞങ്ങളോടും ഉണ്ടായിരുന്നു. കാരണം ഊഷ്മളമായ ബന്ധം ഈ അമ്മയോടുണ്ട്. അമ്മ രോഗിയായിരുന്നപ്പോഴും അതിനു മുമ്പ് ഇടയ്ക്കിടയ്ക്കെല്ലാം വന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുകയും അമ്മയെ സന്ദർശിക്കുകയും ചെയ്യായിരുന്നു. അതുകൊണ്ട് നല്ലൊരു വിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് നന്ദി പറയാം. ഇത്രയും മക്കളെ വളർത്തി വലുതാക്കി അതിലൊരു മകനെ വൈദികനായി നൽകി. ഒരുപക്ഷെ അമ്മയുടെ ആ ശൂന്യത ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും നികത്താൻ പറ്റാത്തതാണ് പൊക്കിൾക്കുടി ബന്ധം. ഒരു ക്രിസ്ത്യനായിരിക്കും ഒരുപക്ഷെ ഒരുപാട് വേദനിക്കുക എല്ലാ മക്കൾക്കും ഉണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ സാന്ത്വന വാക്കുകൾ പറയുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മയ്ക്ക് വേണ്ടി നേരത്തെ പ്രാർത്ഥിച്ചിരുന്നു. മരിച്ചു നിറഞ്ഞപ്പോഴും ഇപ്പോഴും ഞങ്ങൾ തുടർച്ചയായി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ നിന്ന് മരിച്ചു എല്ലാ പൂർവികരെ അപ്പച്ചന് ഒരുപാട് വർഷങ്ങളും മരിച്ചുപോയി. പിന്നെ അമ്മ ഒരു 10-20 വർഷം അല്ലെ 26 വർഷം. ഇപ്പോൾ ഈ അമ്മയ്ക്ക് കർത്താവ് നൽകിയ കൃപ ഞാൻ പലപ്പോഴും അമ്മയെക്കുറിച്ച് കേട്ടിരിക്കുന്ന ഒരു കാര്യം, ഒരിക്കലും പരാതി പറയാറില്ല അമ്മ. ഒരിക്കലും പരാതി പറയില്ല. അങ്ങനെ ഒരു അമ്മയായിരുന്നു. അതൊരു ദൈവകൃപയാണ്. നമ്മുടെ സാധാരണ സ്വഭാവത്തിന് അതീതമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നതാണ് കൃപ എന്ന് പറയുന്നത്. അപ്പം അമ്മ നിശബ്ദമായി എല്ലാം സഹിക്കുകയും ആരോടും പരാതി പറയാറില്ല. അത് തന്നെ അമ്മയുടെ ഒരു കൃപയാണ്. ആ ഒരു കൃപ ഈ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഈ നിമിഷം അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ കുടുംബം വഴി നമുക്കെല്ലാവർക്കും രൂപതയ്ക്കും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വൈദ്യ നിലയിൽ അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ബെത്തങ്ങാട് രൂപത, തലശ്ശേരി രൂപത, അവിടെ ഞങ്ങളുടെ ആശ്രമത്തിനും പേരാവൂർ ധ്യാനകേന്ദ്രത്തിനും കിട്ടുന്ന അതിനെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു, കടപ്പാട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്കൊന്നു ചേർന്ന് അമ്മച്ചിയെ പ്രാർത്ഥനാപൂർവ്വം യാത്രയാക്കാം. കരയുന്നവരങ്ങിയും സങ്കടപ്പെടുന്നവരങ്ങി ആശ്രയിക്കുകയും ചെയ്യുന്നു. അങ്ങേ വാഗ്ദാനങ്ങളെ പ്രതീക്ഷയാൽ അങ്ങേ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ കർത്താവിനെ ഞാൻ പ്രവർത്തിക്കും. മഹിമയോടെ അന്തിമ വിധിനാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരുത്തു വലം ഭാഗേ ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോട് ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം.
സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ വ്യാധിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നേതൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങളുടെ ജീവന്റെ കാരണം ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമോടുണര വരമരുളേണം. വിധിയുടെ നാടിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവരങ്കൽ ചേർക്കണമീശോ. ഞാൻ വിളിക്കുന്നു മനുഷ്യവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഇതോടെ ഞാൻ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിൽ ആകുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് സമാധാനം. സജീവവും ജീവനായുമായ ശബ്ദത്താൽ ലാസറിനെ അർപ്പിച്ച കർത്താവ്, ആ ശബ്ദ മഹനീയമായ നീതിയുടെ ദിവസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയെ നീ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനുമായ നീതിമാനുമായ വിധി കർത്താവ്, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അനുഭവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദാഹരണം മഹിമയോടെ ഏർപ്പിക്കണമേ. ജീവന്റെ മനത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കരുണവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദമായ ഇടകൽപ്പനുസരിച്ച് മരണം വഴി ലോകത്തുനിന്ന് വേർപിരിഞ്ഞു പോയി ഞങ്ങളുടെ പ്രിയപ്പെട്ട മനുഷ്യയുടെ ആത്മാവിന് വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണം. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ അങ്ങ് മഹത്വതോ ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ അമ്മച്ചിയെ അങ്ങ് സ്വീകരിക്കണമേ. അവിടെ അങ്ങേ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം അങ്ങേ പാടി പുകഴ്ത്തുവാൻ വേണ്ടി അങ്ങേ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
പ്രിയപ്പെട്ട ഈ അമ്മച്ചിക്ക് പ്രാർത്ഥനാപൂർവകമായ യാത്രയയപ്പ് നൽകുന്നതിന് വേണ്ടിയാണല്ലോ നാം ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും, പ്രത്യേകിച്ച് ബെൽത്തങ്ങാടി രൂപതയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വൈദികരെ, തുറശ്ശേരി സന്യാസ സമൂഹത്തിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന വൈദികരെ, ബഹുമാനപ്പെട്ട ജോയി അച്ഛൻ, തലശ്ശേരി അതിരൂപതയിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന വൈദികരെ എല്ലാവരെയും വളരെ ആദരപൂർവ്വം ഈ മൃതസംസ്കാര തിരുകർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ബാക്കി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ഈ തിരുകർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഈ അമ്മച്ചി ദൈവത്തിൻ്റെ കരുണയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്തെ ഏതെങ്കിലും കുറവുകളോ പോരായ്മകളോ ദൈവസന്നിധിയിൽ പരിഹൃതമാകേണ്ടതായിട്ടുണ്ടെങ്കിൽ ദൈവം കരുണയാൽ ആത്മാവിന്റെ പാപകടങ്ങൾക്ക് മോചനം നൽകി യജമാന്മാരുടെയും വിശുദ്ധരുടെയും സ്വർഗീയ വസതിയിലേക്ക് ഈ പ്രിയപ്പെട്ട അമ്മച്ചിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി മൃതസംസ്കാരത്തിൽ പങ്കുചേരുന്ന നാം ഓരോരുത്തരുടെയും പ്രാർത്ഥനകളെ കാഴ്ചവെച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ടും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ക്രിസ്റ്റി അച്ഛൻ ഭവനത്തിലെ മൃതസംസ്കാര തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ച് പ്രിയപ്പെട്ട അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും ഈ അമ്മയെ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥനാപൂർവം ആയിരിക്കാം. അനുഭവിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, പാപമോചനത്തിനായി ഈ പനിനീറിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും അങ്ങയുടെ പാപമോചനത്തിനും ഞങ്ങളുടെ സ്ത്രീകൾ ആസ്വദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരുടെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വായിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാന വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ.
പിതാവിനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിനെയും ഭൂമിയുടെ രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. ജീവൻ വിളയും രാജ്യത്തിൽ മാനവരുടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനുവരമിന്നരുളയും. കർത്താവ് വലിയവനും സത്യർഹനമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൻ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനുസരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. പ്രസംഗിക്കുന്നു പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തിക്ക് പകർന്നേരും. ഭക്തിര പുണരുന്നു ക്ഷയമുള്ള രക്ഷയാകും. ഭക്തിരേവം സകലേശം ഇതരാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നേരും അഖിലേശ. ആദിമുതൽ നീക്കുവാമേൻ മഹിമയോടന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടന്ന് നിറുത്തണമേ. നല്ലവരത്തു വലം വാരി നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെ അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാവുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ ഘോഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോയുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെ ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ വിസ്മയിക്കേണ്ട,
എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ദുഷിയച്ച, ഈ അമ്മച്ചിയുടെ മക്കളായിരിക്കുന്ന സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരങ്ങളെ, യേശു പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. വലിയ പ്രത്യാശയോടുകൂടി ജീവിച്ച ഒരു അമ്മച്ചിയുടെ വേർപാടിൻ്റെ അവസരത്തിൽ നമ്മളായിരിക്കുകയാണ്. വേർപാട് ദുഃഖകരമാണ്. ഈ വേർപാടിൻ്റെ അവസരത്തിൽ മക്കൾക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവരെയും മനുഷ്യനും അറിയിക്കുകയാണ്. കൃഷിയച്ഛൻ്റെ ക്ലാസ്മേറ്റ്സ് അവിടെ കുറച്ച് വന്നിട്ടുണ്ട്, ഇന്നലേക്ക് വന്നുപോയി. ബഹുമാന മാണിയച്ഛൻ മാണിയച്ഛൻ്റെ ക്ലാസ്മേറ്റാണ്. ഞങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ക്ലാസ്മേറ്റ്സിൻ്റെ രീതിയിൽ പ്രത്യേക അനുശോചനം അറിയിക്കുന്നു. പുത്തങ്ങാട് രൂപതയിൽ ആണ് അച്ഛനുള്ളത്. അച്ഛൻ ഇപ്പോൾ USA സേവനം ചെയ്യുകയാണ്. അച്ഛൻ ഞങ്ങളുടെ കൂടെയായിരുന്ന് ഞങ്ങൾക്ക് വളരെ സ്നേഹത്തിൻ്റെതായ മാതൃക നൽകിയിട്ടുണ്ട്. മക്കൾക്കെല്ലാം നല്ല മാതൃക, വിശ്വാസ ചൈതന്യം ഒക്കെ ലഭിക്കുന്നത് അമ്മയിൽ നിന്നാണ്. ഇപ്രകാരം നല്ല ഒരു അമ്മച്ചിയെ ദൈവം നൽകിയതിനെ ഓർത്ത് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നന്ദി പറയാം. കലർപ്പില്ലാത്ത വിശ്വാസവും സ്നേഹവും നന്മയും കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതം ഇന്ന് ഈ ലോകത്തിൻ്റെ കണ്ണുകൾ നോക്കുമ്പോൾ ഇനി ഇവിടെയില്ല. പക്ഷേ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ നോക്കുമ്പോഴേ നിത്യതയിലായിരിക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചി യാത്രയാകുന്നത് ദൈവത്തെ മുഖാമുഖം കണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തെ നേരിട്ട് കാണാവുന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചേരാനുള്ള ഒരു വിളിയാണിത്. മരണം നിത്യതയിലേക്കുള്ള പോക്കാണ്. ഈ അവസരത്തിൽ അമ്മച്ചിക്ക് നല്ല ആശംസകളും നന്മകളും നേരാം. നിത്യസൗഭാഗ്യം, ശാന്തിയും സമാധാനവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണം കൂടാതെ കൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുകയാണ് ഏറ്റവും നല്ല കാര്യമാണ്. അമ്മയുടെ പുണ്യപ്പെട്ട ജീവിതം അതിന് കാരണമായി തീരട്ടെ. ഇനി ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അമ്മയ്ക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിക്കാനും വിശുദ്ധ കുർബാന അർപ്പിക്കാനും ഒക്കെയുള്ള സാധിക്കും. കാരണം അമ്മയുടെ 86 വർഷത്തെ നീണ്ട ജീവിതകാലത്ത് അമ്മ ഈ മക്കൾക്കും ഈ അയൽവക്കക്കാർക്കും സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കെല്ലാം തന്നിരിക്കുന്ന വിശ്വാസ ചൈതന്യവും നന്മകളും സ്നേഹവും ഒക്കെ മറന്നു കളയാൻ പറ്റുന്നതല്ല. ആ സ്നേഹം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അപ്രകാരം ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് നിത്യ സൗഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട കൃഷിയച്ഛനും മക്കൾക്ക് എല്ലാവർക്കും കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അനുശോചനം അറിയിക്കുകയും പ്രാർത്ഥനകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയെ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകപ്പെട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാഹുൽദായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിൽ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിശ്വസിക്കുന്നു. അവിടുത്തെ ഉത്തമനും നല്ലതാവുമായ വിശ്വസിക്കുന്നു. ഈ മഹനീയമായ തത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ.
കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും വെള്ളത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം ഭർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. മഴമുടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ കരുവേപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താഴോ. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. ജീവനുയരം ഞാനാകുന്നു കരയിൽ സംബന്ധിക്കാനായി നടന്നു തീർത്ത വഴികളിലൂടെ ഈ അമ്മച്ചയുടെ ഭൗതിക ദേഹം വഹിച്ചുകൊണ്ട് അവസാനമായി നാം കടന്നു പോകുന്ന യാത്രയാണിത്. അത് ആദരപൂർവ്വം നൽകാനായിട്ട് എല്ലാവരുടെയും ആത്മാർത്ഥതയുള്ള അച്ചടക്കമുള്ള സഹകരണ ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഈ അമ്മയോടുള്ള ആദരവ് പ്രകടമാക്കിക്കൊണ്ട് പ്രാർത്ഥനാപൂർവ്വം അത് ക്രമീകരിക്കാൻ നൽകിയ നിർദ്ദേശം എളിമയോടെ പാലിക്കണം എന്നത് സ്നേഹബുദ്ധിയെ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത് വരുന്ന വിടവാങ്ങൽ ഗീതത്തിന്റെ സമയത്ത് മക്കൾക്കും അടുത്ത കുടുംബാംഗ നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം കഴിയില്ലാത്തോരൻ പാർത്തിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നേ അടയട്ടെ അന്തിമയാത്ര എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്രയിലാ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം വിശിഖനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം നീറുറവരെ ശ്രീരന്മാരെ നിങ്ങളണയ്ക്കും പ്രാർത്ഥനയെന്നും നൽകണമഭയം ഞങ്ങൾക്കുലേ.
വണ്ടികൾ വരുന്ന റൂട്ടല്ലേ? കുറവാ ഇല്ല. കയറിപ്പോ പോലെ ഇനിയിപ്പോ ഒരു 6 വരുന്നുണ്ട് ഇടത്തായി. അതുകൊണ്ട് അടുപ്പിക്കുവാണ്. ആണല്ലേ മരിച്ചതിൻ്റെ ആണ് നോക്കുന്നവന്. നമുക്കൊന്നും പറയാനും പറ്റില്ല. ഇന്നലെ കൂത്തുറമ്പിൽ നിന്ന് വരുമ്പോൾ 8 മണിയായപ്പോൾ നമ്മുടെ പള്ളിയിൽ നിന്ന് ആൽച്ചേർ ഒറ്റ ബൈക്ക് കയറ്റം. ഞാൻ മെല്ലെ ആയതുകൊണ്ടാണ്. അത് കുറച്ച് സ്പീഡിലാണെങ്കിൽ അവർ അടിച്ച് സന്തോഷത്തിനുണ്ടാവും. ഒറ്റ പോക്ക് ഞാൻ പേടിച്ചു പോയി. പിന്നെ കാറാ അല്ലെ ബൈക്കോ നല്ല ഉണ്ടാവും അല്ലേ? അസോക്കിലുള്ള Yeah.
സ്നേഹിതരെ പ്രിയപ്പെട്ട ക്രിസ്ത്യൻസിന്റെ സഹനദിയായ അമ്മച്ചിയുടെ വ്രതസംസ്കാര തിരുക്കർമ്മങ്ങൾ പങ്കുചേരുന്നതിനായി ബെൽത്തങ്ങാടി രൂപതയുടെ പ്രഥമ അഭിവന്യ ലോറൻസ് മുഫടി പിതാവ് നമ്മുടെ ഇടവകയിൽ എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ. ആര്യപ്പറമ്പ് ഫാത്തിമ മാതാ ഇടവക സമൂഹത്തിന്റെ നാമത്തിൽ വളരെ സന്തോഷത്തോടുകൂടി വിവിധ പിതാവിനെ ഈ ഇടവക കൂട്ടായ്മയിലേക്ക് ഒപ്പം ഈ വ്രതസംസ്കാരത്തിലെ കുടുംബങ്ങളിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വ്യക്തിപരമായിട്ടും വിവിധ പിതാവിനെ സ്വാഗതം ചെയ്യാനായിട്ട് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ചന്ദ്രക്കാമ്പാറയിലെ അഭിവന്യ പിതാവ് വികാരിയായിരിക്കുമ്പോൾ ഞാൻ അഭിവന്യ പിതാവിൻ്റെ കൂടെ 4 വർഷക്കാലങ്ങളിൽ വളർത്താലപാടനായിട്ടുണ്ടായിരുന്ന നല്ല നാളുകൾ ഓർക്കുന്നു. ആ നല്ല നാളുകളിൽ ഞങ്ങളെന്നും ഓർമ്മിച്ചിരിക്കുന്ന വളർത്താലപാല സംഘത്തിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു അത്. കടപ്പാടോടുകൂടി ഓർമ്മിക്കുന്നു. അഭിവന്യ പിതാവുമായിട്ടും എൻ്റെ കുടുംബവുമായിട്ടും ആ സ്നേഹബന്ധം ഇന്നും തുടരുന്നുണ്ട്. പ്രിയപ്പെട്ട ചാച്ചനും അമ്മച്ചിയൊക്കെ ആയിട്ട് അഭിവന്യ പിതാവ് ഇന്നും വളരെ കൃത്യമായിട്ട് വേളകളിൽ സംസാരിക്കാറുണ്ട് എന്നതും കടപ്പാടോടുകൂടി അനുസ്മരിക്കുന്നു. ഒപ്പം വെൽത്തങ്ങാടി രൂപതയിൽ നിന്ന് വെൽത്തങ്ങാടി രൂപതയുടെ മുൻ വികാരി ജനറൽ വലിയ ബഹുമാനപ്പെട്ട വലിയ പ്രബലച്ചൻ സന്നിഹിതനാണ്. വെൽത്തങ്ങാടി രൂപതയുടെ പ്രൊക്യൂറേറ്റർ ബഹുമാനപ്പെട്ട പട്ടേരി സമൂഹം വെൽത്തങ്ങാടി രൂപതയിൽ ദീർഘദൂരം ഉണ്ടായിരുന്നിട്ടും പ്രിയപ്പെട്ട ക്രിസ്ത്യൻസിനോടുള്ള സ്നേഹത്തെ പ്രതി പ്രിയപ്പെട്ട അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ സന്നിഹിതരാണ്. വെൽത്തങ്ങാടി രൂപതയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും ഏറെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മക്കിയാട് ധ്യാനകൻ എന്ന് പ്രിയപ്പെട്ട ജോയി അച്ഛനുണ്ട്. പെരാവൂര് OCD മൗണ്ട് കാർമൽ ആശ്രമത്തിൽ നിന്നുള്ള പ്രിയപ്പെട്ട തോമസ് അച്ഛനും രഞ്ജിത്ത് അച്ഛനും ഇവിടെ സന്നിഹിതരാണ്. തലശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള പ്രിയപ്പെട്ട പരവരാഗത്ത് അച്ഛനും പ്രിയപ്പെട്ട മൂന്നാലപ്പള്ളി അച്ഛനും ഇവിടെ സന്നിഹിതരാണ്. പറമ്പകാട്ടിൽ കുടുംബ ബന്ധു കൂടിയായി പ്രിയപ്പെട്ട ബിജോയ് കുളിരാനി അച്ഛൻ ഇവിടെ സന്നിഹിതനാണ്. എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിലേക്ക് വളരെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ക്രിസ്ത്യൻസിനും കുടുംബാംഗങ്ങൾക്കും അനുശോചനം നേർന്നുകൊണ്ട് അഭിവന്യ ലോറൻസ് മുകുടി പിതാവ് ഇപ്പോൾ അനുശോചന സന്ദേശം നൽകുന്നതാണ്. നമുക്ക് വന്യ പിതാവിനെ ആദരവോടെ ശ്രമിക്കും. നമുക്കേറെ പ്രിയപ്പെട്ട അമ്മച്ചിയായിരുന്നു. മനസ്സ് കാണിച്ചു എന്ന് പറയുമ്പോൾ എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉള്ള സൗകര്യപ്രദമായിട്ടുള്ള തലശ്ശേരി രൂപത വിട്ട് പുതിയതായി രൂപതയുള്ള ഒരു മിഷൻ രൂപത തങ്ങളുടെ രൂപത 27 വർഷമായി. ആ ആദ്യകാലങ്ങളിൽ ഏറെ ക്ലേശങ്ങളുള്ള കാര്യങ്ങളാണ്. എങ്കിലും ക്ലേശമൊന്നും സാരമില്ല. വൈദികനായത് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനാണ് എന്നുള്ള ബോധത്തോടുകൂടി രൂപതയ്ക്ക് വേണ്ടി ചേർന്നു. അതിനുശേഷം അച്ഛനെ അമേരിക്കയിലേക്ക് പറഞ്ഞയച്ചു. കഴിഞ്ഞ 24 വർഷമായി അമേരിക്കയിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവുകയും അച്ഛനോടൊപ്പം താമസിക്കുകയും ചെയ്യുമായിരുന്നു. പലപ്പോഴും അമ്മ അച്ഛനെ കാണാൻ വേണ്ടി ചെല്ലുകയും ചിലപ്പോഴൊക്കെ അച്ഛൻ ഇടവകയിലൊക്കെ അച്ഛൻ സഹായിക്കാൻ വേറെ ആരും ഇല്ലാത്തപ്പോഴൊക്കെ അച്ഛന് വേണ്ട രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അച്ഛനെ ശുശ്രൂഷിക്കുന്നതൊക്കെ ഞാൻ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെ വിശുദ്ധന് മാത്രമല്ല രോമിയെയും ഉമ്മിയെയും മക്കളെയും ഒക്കെ വേണ്ടതുപോലെ സ്നേഹിച്ച് ശുശ്രൂഷിച്ച വ്യക്തിയാണ് നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് ഇപ്രകാരമുള്ള ആളുകളുടെ മരണത്തിൻ്റെ സ്ഥിതി എന്താണ്, മരണത്തെക്കുറിച്ച് എന്താണ് വിചാരിക്കേണ്ടത്? ആദ്യമേ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തിരുവചനമാണ് ഞാൻ പറയുന്നത്. ഒരുപാട് 14 പറയുന്നത് കർത്താവിൽ മരിച്ചവർ, കർത്താവിൽ നിധ പ്രാപിച്ചവർ ഭാഗ്യവാന്മാരെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇളം ചേച്ചിയെ സംബന്ധിച്ച് പറഞ്ഞാൽ കർത്താവിൽ ജീവിച്ച് കർത്താവിൽ മരിച്ച വ്യക്തിയാണ്. അത്
ഔദാസികമായ മാമോദിസ വഴിയായി കർത്താവിനോട് മരിച്ചു. അതിനുശേഷം കർത്താവിനോട് കൂടി ജീവിതത്തിൻ്റെതായിട്ടുള്ള ക്ലേശങ്ങളും സന്തോഷങ്ങളും എല്ലാം സ്വീകരിച്ച് കർത്താവിനോട് ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഭാഗ്യവതിയാണെന്ന് തന്നെയാണ് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മക്കളായ നിങ്ങളും ബന്ധുക്കളും ഇടവക്കാരും ഒക്കെ അമ്മയുടെ മരണത്തിൻ്റെ സ്വാഭാവികമായ മാനുഷികമായ ദുഃഖമുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങൾക്ക് നിരാശയോ അല്ലെങ്കിൽ അതിലപ്പുറമുള്ള ഒരു വിഷമത്തിൻ്റെ ആവശ്യമില്ല, പാടില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കാറുണ്ട്. അമ്മ ഭാഗ്യപ്പെട്ടവളാണ്. നമ്മൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാനത്തെ വാക്കല്ല എന്ന് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ട്. മഹാനായ മിസ്റ്റർ ബേസിൽ, സഭാപിതാവായ ബേസിൽ പറഞ്ഞൊരു വാക്ക് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മരണം ദൈവം ഈ ലോകത്തിൽ നിന്ന് നമുക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന മെച്ചപ്പെട്ട ഒരു ലോകത്തേക്കുള്ള ഒരു യാത്രയാണ്. മരണം ഈ ലോകത്തിൽ നിന്ന് ദൈവം നമുക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന മെച്ചപ്പെട്ട ഒരു ലോകത്തിലേക്കുള്ള ഒരു യാത്രയാണ് എന്നാണ് മകനായ ബേസിൽ പിതാവ് പറയുന്നത്. അത് സഭയുടെ പഠനമാണ്. അപ്പോൾ നിത്യതയിലേക്കുള്ള പ്രവേശനമാണ്, നിത്യജീവിതത്തിലേക്കുള്ള ആരംഭമാണ് മരണമെന്ന് പറയുന്നത്. അത് ദൈവം തീരുമാനിച്ചാകുമ്പോൾ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നു. ഒരു ദൗത്യത്തോടു കൂടി ഓരോരുത്തർക്കും ഓരോ ദൗത്യം എന്നൊരു പറഞ്ഞയക്കുന്നു. ആ ദൗത്യം പൂർത്തിയാക്കിയതിനു ശേഷം കർത്താവിന്റെ മക്കളിലേക്കുള്ള പോക്കാണ് അല്ലെങ്കിൽ യാത്രയാണ് മരണമെന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ തിരുസഭയിൽ അനേക വിശുദ്ധാത്മാക്കളുണ്ട്, പുണ്യവാന്മാരും പുണ്യവതികളുമുണ്ട്. അവരുടെയൊക്കെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ എപ്പോഴാണ് നമ്മുടെ തിരുനാൾ ആഘോഷിക്കുന്നത്? പരിശുദ്ധ മാതാവിൻ്റെയും വിശുദ്ധ സ്നാപയോഹന്നാൻ്റെയും രണ്ടുപേരുടെയും ബർത്ത്ഡേ ആഘോഷിക്കും. അവർ ജനിച്ച ദിവസം ആഘോഷിക്കും. ബാക്കിയുള്ള സകല വിശുദ്ധരുടെയും സകല പുണ്യവാന്മാരുടെയും തിരുനാളുകൾ ആഘോഷിക്കുന്നത് അവർ മരിച്ച ദിവസം. എല്ലാ പുണ്യവാന്മാരുടെയും പുണ്യവതികളുടെയും തിരുനാൾ ആഘോഷിക്കുന്നത് അവർ മരിച്ച ദിവസം. എന്തുകൊണ്ടാണ് മരിച്ച ദിവസം ആഘോഷിക്കുന്നത്? അത് ക്രൈസ്തവ ദർശനമാണ്, ക്രൈസ്തവ കാഴ്ചപ്പാടാണ്. ആ ക്രൈസ്തവ കാഴ്ചപ്പാടനുസരിച്ച് ദൈവം ഒരു മനുഷ്യ വ്യക്തിയെ ഈ പ്രപഞ്ചത്തിലേക്ക് ഒരു ദൗത്യവുമായി പറഞ്ഞയക്കുന്നു. ആ ലക്ഷ്യത്തിന് വേണ്ടി ഓടുകയാണ്. ആ ലക്ഷ്യം എത്തിക്കഴിയുമ്പോൾ സമ്മാനം കിട്ടും, ട്രോഫി കിട്ടും. ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുകയാണ്, ക്രിക്കറ്റ് നടക്കുകയാണ്, ഫുട്ബോളൊക്കെ നടക്കുകയാണ്. കളി ജയിച്ചു കഴിയുമ്പോഴാണ് ട്രോഫി കിട്ടുന്നത്. ദൗത്യം പൂർത്തിയാക്കുമ്പോഴാണ് ട്രോഫി സമ്മാനം കിട്ടുന്നത്. അന്നേരമാണ് ആഘോഷിക്കുന്നത്. നമ്മുടെ ആളുകളൊക്കെ ആഘോഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ ദൗത്യമായി വന്ന് അത് പൂർത്തിയാക്കി കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുന്ന ദിവസം, അതാണ് ആഘോഷിക്കേണ്ട ദിവസം. മരണമെന്ന് പറയുന്നത് നമ്മുടെ വിജയത്തിൻ്റെ ദിവസമാണ്. ആ ഭാഷയിൽ പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ലീലാ ചേച്ചി ഇപ്പോൾ വിജയ് കിരീടം അണിഞ്ഞിരിക്കുകയാണ്. ആ വിജയ കിരീടത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ വാഴ്ത്തുകയാണ്, കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മൾ കുർബാനയിൽ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ അനുഗ്രഹങ്ങൾക്കായി എന്ന് പറയും. എന്താണ് നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത അനുഗ്രഹം എന്ന് പറയുന്നത്? വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്, നമുക്ക് ആദത്തിൻ്റെ പാപം അതൊരു അനുഗ്രഹമായി തീർന്നിരിക്കുന്നു. വലിയൊരു അനുഗ്രഹം, ഒരു ഉന്നതമായ കൃപകൾ ലഭിക്കാൻ വേണ്ടി സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, മാമോദിസ വഴിയായിട്ട് ഈശോയുടെ ഡേജിയറിന് വഴിയായിട്ട് നമ്മൾ ദൈവികരായി തീരുകയാണ്. ദൈവികരായി തീർന്ന മാലാഖമാർക്കൊപ്പം അതിലുപരിയായ ഒരു സ്ഥാനം ദൈവം സൃഷ്ടിച്ച വ്യക്തിയാണല്ലോ പരിശുദ്ധ അമ്മ മാലാഖമാരുടെ രാജ്ഞിയാണ്. അത്രമാത്രം ഉയർന്നൊരു സ്ഥാനം ദൈവം മാതാവിന് കൊടുക്കാനായിടയായി. അത് മാമോദിസ പോകുന്ന സകല മനുഷ്യരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തികളാകുന്നതോടൊപ്പം തന്നെ പരിശുദ്ധ ത്രിത്വത്തിലേക്കുള്ള ഒരു പ്രവേശനം ലഭിക്കുകയാണ്, ദൈവികരായിത്തീരുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചി ദൈവികരായിത്തീരുന്നതിനുള്ള ഒരു കാര്യമാണ്. പൗരസ്ത്യ ദൈവശാസ്ത്രമനുസരിച്ച് തിയോസിസ് എന്ന് പറയുന്നത് ദൈവീകരണം എന്നാണ് പറയുന്നത്. ഈശോ വന്നിട്ട് നമ്മളെല്ലാവരും ദൈവികരാക്കി എന്ന് പറയുന്നത്. അത് വിശ്വസിച്ച് കർത്താവിൻ്റെ പ്രമാണങ്ങളും നിയമങ്ങളും ജീവിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവികരായി തീരുകയാണ്. ആ ഒരു മഹത്വത്തിലേക്കുള്ള പ്രവേശനമാണ് അമ്മച്ചി
അമ്മച്ചിക്ക് ലഭിച്ചിരിക്കുന്നത് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം സന്തോഷവും മഹത്വവുമായി തീരുകയാണ്. ഇതിനെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമുക്ക് ഈ അവസരത്തിൽ ചേരുന്ന വേളയിൽ കർത്താവെ ഞങ്ങൾക്ക് ഈ അമ്മച്ചിയെ തന്നതിനായി നന്ദി പറയുന്നു എന്ന് പറയണം. മക്കളെല്ലാവരും ക്രിസ്ത്യൻസിൽ ഉൾപ്പെടെ എല്ലാവരും നന്ദി പറയുകയായി. ഇത്രയും നാൾ 86 വർഷം ഈ അമ്മ ഭൂമിയിൽ ജീവിക്കാനായി ഇടയായി. നിങ്ങൾക്ക് അനേക വർഷം ഈ അമ്മയുടെ ശുശ്രൂഷ സ്വീകരിക്കാനായി സാധിച്ചു. അത് ദൈവത്തിൻ്റെതായിട്ടുള്ള സ്നേഹവും ദൈവത്തിൻ്റെ പരിഗണനയാണ്. അതിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് ഞങ്ങളെല്ലാവരും നന്ദി പറയുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യണമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ മാതാവ് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും ഏതെങ്കിലും തരത്തിൽ വാക്കാറ ചിന്തയോടെ പ്രവൃത്തിയാലോ ഇത്തരം പോരായ്മകൾ വന്നിട്ടുണ്ടാകാം. അവയെല്ലാം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഈശോയെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് അമ്മച്ചിയെ കഴുകി വെടിപ്പാക്കി അങ്ങയുടെ വലത്തുവശത്ത് ഇരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ സ്വർഗം തുറന്ന് അമ്മയെ സ്വീകരിക്കണമേ എന്ന് നമുക്കെല്ലാവർക്കും അപേക്ഷിക്കാം. എല്ലാവരുടെയും സാന്നിധ്യത്തിന് ഈശോയുടെ നാമത്തിന് നന്ദി പറയുകയാണ്. ഇവിടെ അമ്മയെ യാത്രയാക്കുവാൻ നമ്മളെല്ലാവരും അമ്മയുടെ അടുത്ത് ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ സ്നേഹം അനുഭവിച്ചിട്ടുള്ളവരുള്ളതുകൊണ്ടാണ് നമ്മളെല്ലാവരുടെ ഒരുമിച്ച് ആചരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഈശോ അമ്മയെ ഈ നിമിഷം വരെയും മരണത്തിൻ്റെ നിമിഷം വരെയും കാത്തു പരിപാലിച്ചു. അമ്മയുടെ ജീവിതത്തിൽ കുഞ്ഞുനാൾ മുതൽ ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. ആ കഷ്ടപ്പാടിലൂടെ എല്ലാം കടന്നു പോയതുകൊണ്ട് കഷ്ടത അനുഭവിക്കുന്നവരുടെ വേദനകൾ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനൊക്കെ ഞാൻ അറിയാതെ പഠിച്ചത്, എന്നെ ഒന്നും പറഞ്ഞു പഠിച്ചിട്ടില്ല, ഞാൻ കണ്ടു പഠിച്ചത് അമ്മ മറ്റുള്ളവരുടെ സ്നേഹവും മറ്റുള്ളവരുടെ കാണിക്കുന്ന ശുശ്രൂഷയും അതെല്ലാം കണ്ട് ഒത്തിരിയേറെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ വലിയ ത്യാഗവും വലിയ സ്നേഹവും നമ്മയുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അമ്മയ്ക്ക് വയ്യാതായ കാലം മുതൽ ഒത്തിരിയേറെ ആളുകൾ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ചുറ്റുമുണ്ടായിരുന്നു. എൻ്റെ സഹോദരങ്ങൾ അവർ ഒത്തിരിയേറെ ത്യാഗത്തോടെ ഇന്ത്യനെ കുടുംബത്തിൽ ശുശ്രൂഷിച്ചു. അതുപോലെ എൻ്റെ സഹോദരങ്ങൾ ടോമിയും ബിനുവും, അതുപോലെ എൻ്റെ സഹോദരിമാർ അവരുടെ കുടുംബാംഗങ്ങളെല്ലാവരും അമ്മ പ്രായാധികത്തിൽ അമ്മയെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തു. ഞങ്ങൾ മക്കളെല്ലാവരും സാധിക്കുന്ന പോലെ അമ്മയ്ക്ക് ചുറ്റും നിന്ന് അമ്മയെ ശുശ്രൂഷിക്കാനിടയായി. അതെല്ലാം ഒരു വലിയ ഭാഗ്യമായി കരുതുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടൊരു കുടുംബാംഗങ്ങളും അതുപോലെ അമ്മയുടെ സഹോദരിമാരും സഹോദരങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരും വയ്യാതായ കാലം മുതൽ അമ്മയ്ക്ക് ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. ഈ തിരുക്കർമ്മങ്ങൾക്ക് യാത്രയ്ക്കുവാനായി പരിശുദ്ധമായി തിരുക്കർമ്മങ്ങൾ നടത്തുവാൻ മുഖ്യകാവ്യത്വം വഹിക്കാൻ അഭിനന്ദിയ ലോറൻസ് പിതാവ് സ്നേഹത്തോടെ ഇവിടെ വളരെ ദൂരെ അഭിനന്ദ പിതാവ് വിശ്രമിക്കുകയാണ്. സത്യത്തിൽ 25 വർഷക്കാലം സുദീർഘമായി ബെൽത്തങ്ങാടി രൂപതയെ സേവനമനുഷ്ഠിച്ചിട്ട് വിശ്രമം ചെയ്യുന്ന അഭിനന്ദ പിതാവിന് ആരോഗ്യക്കുറവൊത്തിരിയുണ്ട്. അതൊന്നും പരിഗണിക്കാതെ അമ്മയെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ട് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയുമാണ് ഇവിടെ വന്നത്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാർ വളരെ പ്രിയപ്പെട്ട അച്ഛന്മാർ ബെൽത്തങ്ങാടിയിൽ നിന്ന് ഇന്നലെ മുതൽ അച്ഛന്മാരെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളവരും എല്ലാവരും ഹൃദയത്തിന് വർഷം നന്ദി പറയുകയാണ്. ബഹുമാനപ്പെട്ട വികാരിച്ച് എപ്പോഴും അമ്മയ്ക്ക് എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാൻ ഭവനത്തിലും ദേവാലയത്തിലുമെല്ലാം എപ്പോഴും അന്വേഷിക്കുകയും ആത്മീയമായ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഈ നിമിഷം വരെയും ഇപ്പോഴും നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ട് ഞങ്ങളെ സ്നേഹിച്ചതിന് ബഹുമാനപ്പെട്ട വികാരിച്ച് ബഹുമാന സിസ്റ്റേഴ്സിനും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി പറയുകയാണ്. അതുകൂടാതെ ഉണ്ണിയോട് ഉള്ള അടുപ്പം കൊണ്ട് ഒത്തിരിയേറെ വൈദികരും അതുപോലെ ധ്യാനകേന്ദ്രങ്ങളിലെ പ്രിയപ്പെട്ട തോമസ് അച്ഛനടക്കമുള്ള മറ്റ് വൈദികരും ഞങ്ങളുടെ എല്ലാം ഉള്ള ജോയച്ചൻ, ഒത്തിരിയേറെ വൈദികർ, കുടുംബാംഗങ്ങളായിട്ടുള്ള വൈദികർ, വിജയച്ചനടക്കമുള്ള മറ്റ് വൈദികരെല്ലാവരും ഈ ദിവസങ്ങളെല്ലാം
ഞങ്ങളോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിന് നന്ദി പറയുകയാണ്. അതുകൂടാതെ ഞാൻ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നത്, ഞാൻ ഇവിടെ തലശ്ശേരി രൂപതയിൽ 2 പള്ളികളിലാണ് ശുശ്രൂഷ ചെയ്തിട്ടുള്ളത്. രത്നഗിരി പള്ളിയിലും ദീപഗിരി അരീക്കമല പള്ളി, അവിടെ നിന്നെല്ലാം ആളുകൾ വരികയും ഈ സങ്കടമുള്ള വിഷമമുള്ള അവസരത്തിൽ ആശ്വസിപ്പിക്കുകയും കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ അമേരിക്കയിൽ ഞാൻ 4-5 പള്ളികളിൽ സേവനം ചെയ്തിട്ടുണ്ട്. അവിടെ 3 പള്ളികളിൽ നിന്ന് ഉള്ള ആളുകൾ ഇവിടെ വന്ന് അവരിപ്പോൾ അവധിക്കൊക്കെ വന്നിട്ടുള്ള അവസരമായതുകൊണ്ട് അവരെല്ലാം വന്ന് ആശ്വാസവാക്കുകൾ പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ട അമ്മയെ വയ്യാതായപ്പോഴെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ശുശ്രൂഷ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. ഇനി കൂടുതലൊന്നും ഈ നിമിഷം പറയാനായിട്ട് സാധിക്കുന്നില്ല. മക്കളെ എല്ലാവരും ഒത്തിരിയേറെ സ്നേഹിച്ചു. അമ്മയ്ക്ക് ഞങ്ങൾ 5 മക്കൾ മാത്രമല്ല, അമ്മയുടെ സഹോദരിമാരും മക്കളും പോലെയായിരുന്നു. കാരണം അമ്മയുടെ അമ്മ മരിച്ചതിന് ശേഷം ആ സഹോദരിമാർക്കും അമ്മ സഹജമായ സ്നേഹം നൽകിയിട്ടുള്ളത് കൊണ്ടാണ് അവരെപ്പോഴും ചുറ്റുമുള്ളത്. അതുപോലെ തന്നെ അമ്മയ്ക്ക് കൊച്ചുമക്കളോട് അമ്മയ്ക്ക് വലിയ സ്നേഹമായിരുന്നു. എല്ലാ മക്കളോടും അമ്മ ഒത്തിരിയേറെ സ്നേഹത്തോടും ലാളനോടും കൂടെയാണ്. അതുപോലെ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളോടും വലിയ സ്നേഹമായിരുന്നു. ആ സ്നേഹവും അമ്മയുടെ നന്മയും എല്ലാ നിമിഷം ഓർക്കുകയും അമ്മയ്ക്ക് നന്ദി പറയുകയാണ് ചെയ്തത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് കസിൻസ്, അമ്മായി എന്ന് വിളിച്ച് സ്നേഹിക്കുന്നവരും പേരമ്മ എന്ന് വിളിച്ച് സ്നേഹിക്കുന്നവരും ഒക്കെയുള്ള ഒത്തിരിയേറെ അവരെല്ലാവരും ഞങ്ങളെപ്പോലെ തന്നെ അമ്മയെ സ്നേഹിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ചുറ്റുവെച്ചിട്ടുണ്ട്. ഈ ഇടപാടുകൾ അമ്മയെ അറിയാവുന്നവരാണ്. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ അമ്മയെ അറിയാവുന്നതാണ്. അമ്മയുടെ സ്നേഹവും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വന്നു ചേർന്ന് ഈ ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുന്നതിന്, അമ്മ യാത്രയാക്കുന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. വളരെ സന്തോഷത്തോടെ ഈശോ കരുതി വെച്ചിരിക്കുന്ന അമ്മയുടെ സൗഭാഗ്യപ്രദമായ സങ്കടങ്ങളിലാണ് സന്തോഷത്തിൻ്റെ സ്ഥലത്തേക്ക് നമുക്ക് അമ്മയെ യാത്രയാക്കാം. അഭിനയ പിതാവ്, ഈ അതിരൂപതാധ്യക്ഷനായ പാമ്പളാന പിതാവ് ഇന്നലെ ഇവിടെ വന്ന് അച്ഛന്മാരെല്ലാവരും വന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാവരും നന്ദി പറയുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ അച്ഛന്മാർക്ക് പലർക്കും വരാൻ സാധിക്കാതെ അവരുടെ എല്ലാവരുടെ നാമത്തിലും ഞാൻ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ഇപ്പോഴത്തെ രൂപതയിലെ എല്ലാ വൈദ്യരും തീർച്ചയായിട്ടും വരുമായിരുന്നു. പക്ഷേ ഇവിടുന്ന് വളരെ ദൂരെയാണ്, അതുകൊണ്ടാണ് വരാത്തത്. അവിടെ എല്ലാവരുടെ നാമത്തിൽ ഓർക്കുകയാണ്. അതുപോലെ തന്നെ തലശ്ശേരി രൂപതയിലെ ഇന്ന് അച്ഛന്മാരുടെ പ്രസ്ബിറ്റേറി മീറ്റിംഗ് നടക്കുകയാണ്. നേരത്തെ നിശ്ചയിച്ചതാണ്. അതുകൊണ്ടാണ് അച്ഛന്മാരും അധികം വരാത്തത്. അല്ലെങ്കിൽ ധാരാളം അച്ഛന്മാരുടെ വരുമായിരുന്നു. അവിടെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ ഈ കുടുംബത്തിൽ നിശ്ചയിച്ചു ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, മൃതസംസ്കാരത്തിൻ്റെ ദേവാലയത്തിലെ അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുണ്ടീശോ മൃതരാമകിരത്തും ജീവനും അതുപോൽ ശരണവും അരുളിയിടാം. കർത്താവിനെ ഞാൻ നിരന്തരം
സുവിശേഷത്തിൽ നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാല സൽകൃത്യങ്ങൾ ദൈവത്തെ പ്രസാദം ചെയ്യാതെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഏർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹായുടെ ഇയാളെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവിത പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ മരണം ചെയ്യാനാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്സാഹത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമറിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നമ്മുടെ പ്രിയപ്പെട്ട ഖുദാസുകൾ സ്വീകരിച്ച പരിശുദ്ധ ദേവാലയം, അനേകം ദിവ്യ ബലികൾ പങ്കുചേർന്ന ദേവാലയം, യമ്മയുടെ ജീവിതത്തിലെ ഖുദാസുകൾ പരികർമ്മം ചെയ്യപ്പെട്ട് ലഭിച്ച ദേവാലയം, പാപസങ്കീർത്തനം നടത്തിയ ആത്മാവിനെ നന്മയിലേക്ക് ദൈവരാജ്യ മഹിമയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇടമൊരുക്കിയ ദേവാലയം. ആ ദേവാലയത്തോട് പ്രിയപ്പെട്ടവരോട് ഈ അമ്മ യാത്ര പറയുന്ന ഹൃദയസ്പർശിയായ സമയമാണ്. ഈ അമ്മ സ്വീകരിച്ച ഖുദാസുകൾ ദൈവത്തിൻ്റെ ന്യായാസനത്തിങ്കൽ ഈ അമ്മയ്ക്ക് രക്ഷയ്ക്ക് കാരണമാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും ഈ അമ്മയ്ക്ക് യാത്ര വഴിയേകാം. പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കുകയും മറ്റു ഖുദാസുകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ദൈവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും നമ്മെ വിധേയരാക്കുകയും മരണശേഷം ഏർപ്പിച്ചവരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതവിളയിൽ ഓർത്തോത്തിരിയും നൈരാശ്യമുടെ വിലപിക്കരുതേ. ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും
ഞങ്ങളുടെ കൊടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥൻ നവമായി ഉത്ഥാനത്തിൻ പാത തുറന്നു. സ്വർഗമണഞ്ഞോ രജസുതനിയും മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മണുവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദിസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സോപാവണ്ണനെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേന്ദ്രത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകണമേ, ഞാൻ മണ്ണിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ പരിമളത്വം പോലെ ഇതിനെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലത്തുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്ന് ഓർത്തുകൊള്ളുക.
ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കാവോ? അവിടെ നിന്ന് വർത്താനം അങ്ങോട്ട് മാറാവോ?
അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ആകാശം ഭൂമിയിലുണ്ടാകുന്നു, ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. കവലാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരം നരരുടെ പാപങ്ങൾ മയക്കണമേ നിൻ കൃപയാലെ. മാമോദിസ വഴിയങ്ങേ സുതരാനവരെന്നോർക്കണമേ. സന്തോഷമുള്ളവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാമൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായ എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ എണ്ണി വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാവപുത്രൻ റൂഹായേ മൃതനാവിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതലേക്കുവാമേ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കും.